തൃക്കാക്കരയിൽ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധ 15 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗം സ്കൂളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു. തൃക്കാക്കര കാർഡിനൽ LP സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഛർദിയും അതിസാരവും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് സ്കൂൾ സന്ദർശിച്ചു. കുടിവെള്ളം സാമ്പിൾ ശേഖരത്തിന് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. ഭക്ഷണം സ്കൂളില് പിള്ളേര് വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. വെള്ളം ഫുഡും എല്ലാം വീടുകളിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരുന്നത്. സ്കൂളുകളിൽ നിന്ന് കൊടുക്കാറില്ല എന്നാണ് അധികൃതർ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ ആരും ചികിത്സയിലില്ല. എല്ലാവരും പ്രാഥമിക ചികിത്സ തേടിയ ശേഷം ഒരു 12ഓളം ക്ലാസ്സുകളിൽ 12 പിള്ളേരാണ് അറിയാൻ സാധിച്ചത്. ആരെയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി? ആരെ, ഇപ്പോൾ ഈ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണോ? ഒപ്പം സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ഭക്ഷണമൊന്നും നൽകാറില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ? അനീഷ, എവിടെ നിന്നാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ള കൃത്യമായ വിവരം ലഭ്യമല്ല. കുട്ടികൾ ഭക്ഷണവും കുടിവെള്ളവും എല്ലാം വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രമാണ് സ്കൂളിലെ വെള്ളം ഉപയോഗിക്കുന്നത്. കൂടാതെ കുടിക്കുന്നതിനായിട്ടുള്ള വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ളതിൽ യാതൊരു ലഭ്യമല്ല. നഗരസഭ അതുപോലെ തന്നെ സ്കൂളിലെത്തി ആരോഗ്യ വിഭാഗം ടീം വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യനില വലിയ ഗുരുതരാവസ്ഥയിലല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.